ഹേ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ തോട്ടിൽ പോവാണ്. അനിയന്മാരും ഉണ്ട്. അപ്പൊ അനിയന്മാര് മീൻ പിടിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ കൂട്ടുപോകാൻ ഓർത്തു. അപ്പൊ നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാൻ ഓർത്തു. അന്നേരം ഇപ്പൊ സമയം 3 മണി ആയിട്ടുണ്ട്. അപ്പൊ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ തോട്ടിൽ വെള്ളമാവും. വെള്ളം കൂടിയാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മഴ പെയ്യുന്നതിന് മുമ്പ് പോയിട്ട് പോരാം. ഗായ്സ്, അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാറയൊക്കെയാണ് ഈ വഴികളിൽ, നിറയെ കാടാണ്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് ക്യാമറയിൽ കാണിക്കാതെ. ഗായ്സ്, ഇതാ ഭയങ്കര കാടാണ് ഗായ്സ്. ഇതിലൂടെയൊക്കെ പോയിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ ഇവിടെ ഭയങ്കര കാടാണ്. പാമ്പൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ പോവാണ്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് തോട്ടിലോട്ട്. ഇത് കണ്ട ഗൈസ്, ഇവിടെയൊക്കെ ഫുള്ള് കാടാണ്. ഈ കാട്ടിക്കൂടിയാണ് നമ്മൾ പോകുന്നത്. ഈ തോട് എന്നൊക്കെ പറയുന്നത് നല്ല വൈബാണല്ലേ ഗൈസ്. ഗൈസ്, തോടിൻ്റെ അവിടെ ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുറേ നാളായി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട്. അവിടെ അങ്ങനെ ആരും പോവില്ല. നല്ല കാട്ടിലാണ് തോടുള്ളത്. അപ്പം പോവാണേ. അതാ ചെറിയ എൻ്റെ ഇളയ അനിയനാണിത്. അപ്പോൾ ചൂണ്ടിടാൻ വേണ്ടി കോലൊക്കെ കൊണ്ട് പോകുന്നുണ്ട്, വടിയൊക്കെ. ചൂണ്ടിട്ടിട്ട് മീൻ കിട്ടുമോ നമുക്ക് നോക്കാം. ഒരു ഞണ്ടിനൊക്കെ ഇവർക്ക് കിട്ടാറുണ്ട് കളിക്കാൻ. ഇന്ന് ഞണ്ടിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വറുത്തടിക്കട്ടെ ഗൈസ്. എന്നും ഞണ്ടിനെയും കൊണ്ടുവന്ന് ഇവർ ഇവിടെ കളിക്കലാണ് പതിവ്. ഞണ്ടിനെ, നല്ല വലിയ ഞണ്ടിനെ കിട്ടും. അവർ ഇതിനെ കഴിക്കാൻ പറ്റുന്ന ഞണ്ടാണ്. കഴിക്കാറില്ല. അതിൻ്റെ കൈയും കാലൊക്കെ ഒടിച്ച് അവിടെ ഇടും. കളിക്കുകയാണ്. ഗായ്സ്, ഇതാണ് കേട്ടോ ഈ തോടിന് അങ്ങോട്ടുള്ള തോടിന് അവിടെയാണ് തോട് കാണുന്നത്. ഫുള്ള് പുല്ലാണ്. നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ. ഇതുണ്ട് ഗായ്സ്, നല്ല വ്യൂ ആണ്. നിറയെ റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഭയങ്കര കാടാണ്. കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട ഗായ്സ്, നിറയെ തൊട്ടാവാടിയാണ്. കാലൊക്കെ മുറിഞ്ഞൊരു പരുവാവും. നിറച്ചു തൊട്ടാവാടിയാണ് കേട്ടോ. ഗായ്സ്, എൻ്റെ കാല് മുറിഞ്ഞു ഗായ്സ് തൊട്ടാവാടി കൊണ്ടിട്ട്. ഇതാട്ടെ ഗായ്സ്, അനിയൻ അവിടെ എത്തിയിട്ടുണ്ട് നടന്നിട്ട്. ഇതുണ്ട് ഓടക്കാടാണ്. ഇവിടേക്കൊക്കെ ഞങ്ങൾ വന്നിട്ട് കുറേ കാലമായി. അപ്പോൾ ഭയങ്കര കാടാണ്. നല്ല രസമുണ്ട് കേട്ടോ ഗായ്സ്. ഇതാ ഓടേൻ്റെ ഉള്ളിലൊക്കെ പോയിരിക്കാൻ. ഓടാന്ന് പറയുന്നത് നല്ല ഓക്സിജനൊക്കെ തരുന്ന നല്ലൊരു സസ്യമാണ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും അങ്ങനത്തെ ഓടയാണ് അധികം ഉള്ളത്. അപ്പോൾ നല്ല രസമല്ലേ ഗായ്സ്. അപ്പോൾ തോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇതാ തോട്ടിൽ ഏകദേശം എത്താനായി. ഇത് കണ്ട ഗായ്സ്, ഒരു പൂവ്. ഇതിൻ്റെ പേരറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗായ്സ്, ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഇതിലൊക്കെ മീൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഫുള്ള് ചളിയാണ്. ചളിയിൽ താന്നു പോയി, കാല് കുടുങ്ങിപ്പോയി ചളിയിൽ. ഇതാ ഗായ്സ് ഞങ്ങളെ തോട്. ഇതാണ് ഞങ്ങളെ തോട്. കണ്ടോ, നല്ല വെള്ളമുണ്ട് ഗായ്സ്. നല്ല വെള്ളമുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് പോവും തോട്. അപ്പോൾ അനിയന്മാർ പറഞ്ഞത് ഇവിടെ ചൂണ്ടിടാനായിട്ട് ഇരേനെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം നമുക്ക് ഊറ്റി പിടിക്കാന്നാണ് പറഞ്ഞത്. ഗായ്സ്, എൻ്റെ കാലിൽ നിറയെ മീൻ കയറിയിട്ടുണ്ട്. മീൻ കയറിയിട്ട് കൊത്താണ് കാലിലിട്ട്. ഇത്രയും പരിശുദ്ധമായ കാല് കണ്ടിട്ടായിരിക്കാം. ഗായ്സ്, എൻ്റെ കാല് നിറയെ മീനാണ്. മീൻ കയറിയിട്ട് കാലിൽ ഡാൻസ് കളിക്കുകയാണ്. അനിയൻ അതിനെ ഓടിച്ചു. അവന് മീനിനെ കിട്ടിയെന്ന് പറയുന്നുണ്ടതാ. ഒരു കുഞ്ഞു മീനിനെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു മീനാണ്. കല്ലാങ്കേരി എന്നാണ് ഇവരുടെ പേര് പറഞ്ഞത്. ജീവൻ വെള്ളം കൊടുക്കും. ഇതുണ്ട് ഗായ്സ്, കുഞ്ഞിതാണ്. ഇതിന് വലുതുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ വട്ടോൻ എന്ന് പറഞ്ഞ മീനൊക്കെ ഉണ്ടാവുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് മീൻ പിടിക്കലുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയി ഇവിടേക്ക് വന്നിട്ട്. ഗായ്സ്, ഓടേൻ്റെ ഇലയിൽ കൂടി ഒരു റോസ് കാണുന്നുണ്ടോ ഗായ്സ്? അത് ഞങ്ങളെ അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് വീഡിയോ വരാൻ താല്പര്യമില്ല. അപ്പോൾ ഞങ്ങളോട് ഒറ്റയ്ക്ക് പോരാന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാൻ മനസ്സൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെ കൂടെ വന്നു. ഇവിടെ ഈ പന്നി ഒക്കെ ഉണ്ട് കേട്ടോ, മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങളങ്ങോട്ട് അമ്മ വിട്ടില്ല. അപ്പോൾ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊറ്റാൻ പോവാം കേട്ടോ മീനിനെ. കുറേ മീനായിട്ട് കാണിച്ചു തരാം. വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഗായ്സ്. ചെറുപ്പത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ എനിക്ക് കുറേ പ്രായത്തിനാണ് ഇവരൊക്കെ ജനിച്ചത്. അതുകൊണ്ട് മീനെ പിടിച്ച് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ആരും മീനെ പിടിക്കാൻ കൂട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ
എക്സ്പീരിയൻസ് ഒന്നുമില്ല ഗൈസ്. ഇപ്പോഴാണ് ആദ്യമായിട്ട് മീൻ പിടിക്കുന്നത്. നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടി. പിടിക്കടാ, ഇനി കളയല്ലേ. ഞാൻ ഇവിടെ പിടിച്ചു വെച്ചേക്ക. എവിടെ കിട്ടി. അടുത്തത് രണ്ടാമത്തെ മീനും കിട്ടി. 3 മീന്. ഞാൻ 3 മീനെ പിടിച്ചേ. ഈ തോർത്തുനിന്ന് പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. ഇത് കിട്ടുന്നില്ല ഗൈസ്. അപ്പം ഞാൻ മീൻ പിടുത്തം നിർത്തി. ഇനി അനിയൻ പിടിക്കാൻ പോവാണേ. എനിക്ക് മീനെ പിടിക്കാൻ അറിയത്തില്ല ഗൈസ്. ഇവരൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. കിട്ടിയോ? എന്ത്? ഇതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ ഗൈസ്. എല്ലാരും ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെ അല്ലേ മീനൊക്കെ പിടിക്കാൻ തോട്ടിൽ പോവാ, തോട്ടിൽ നീന്തി കുളിക്കുക. ഇതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ ഗൈസ്. ഒരു കളർ മീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതുവരെ കിട്ടിയത് കല്ലാമുട്ടി എന്ന് പറഞ്ഞ മീനാണെന്നാണ് പറഞ്ഞത്. ചാടിപ്പോയി ഗൈസ്. ഏറ്റവും വലുപ്പമുള്ള തലവൻ ഗൈസ്. അപ്പം ഞങ്ങൾ തോട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. മഴ വരുന്നുണ്ട്. അപ്പോൾ പോകാൻ തുടങ്ങുകയാണ്. ചൂണ്ട പൊട്ടിപ്പോയി ഗൈസ്. ഞണ്ടിനെ പിടിക്കാത്തവർക്ക് വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഞങ്ങൾ വന്നത്. ചൂണ്ടയിൽ കയറി ചവിട്ടിയിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ഈ കിട്ടിയ മീനൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പം മഴ വരുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.